ആശ്രയമേശു, പ്രത്യാശയെന്നേശു. മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വട്ടവിള ബെത്സൈദ വീട്ടിൽ ബീന ലേവിൻസണിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ജന്മശേഷം പോളിയോ ബാധിതയായതിനെ തുടർന്ന് ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് പോളിയോ ഹോമിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന ജീവിതാവസ്ഥകളിൽ നിന്നും ക്രിസ്തുവിലൂടെയുള്ള അത്ഭുത രോഗസൗഖ്യത്തിലൂടെ ജീവിതം തിരിച്ചുപിടിച്ച അനുഭവ സാക്ഷ്യമാണ് ബീന ലേവിൻസണിന് പറയുവാൻ ഉള്ളത്. എൻ്റെ പേര് ബീന. ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു. എൻ്റെ പിതാവിനും മാതാവിനും ഞങ്ങൾ 4 മക്കളിൽ ഞാൻ മൂന്നാമത്തെ ആളാണ്. 2 സഹോദരങ്ങളുടെ ജനനത്തിൽ തന്നെ അവർക്ക് നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. എൻ്റെ ജനനം കഴിഞ്ഞതോടെ അവരുടെ ആ സന്തോഷമെല്ലാം തകരുവാൻ ഇടയായി. കാരണം എൻ്റെ ജനനം കഴിഞ്ഞ് 1.5 വയസ്സായപ്പോൾ പോളിയോ എന്ന രോഗം ബാധിക്കുവാനിടയായി. ഞാൻ ജനിക്കുന്നത് 1978 ആ കാലഘട്ടത്തെ മാരകമായ പോളിയോ എന്ന രോഗം ബാധിച്ചത് മുഖാന്തരം എൻ്റെ കുടുംബത്തിൻ്റെ ആകെ സന്തോഷമെല്ലാം തകരുവാനിടയായി. കാരണം പനി വന്നിട്ട് ആ പനിക്കുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നേരം ഈ പോളിയോ എന്ന ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടുവാനിടയായി. അങ്ങനെ ഇടത് കൈയും വലത് കാലും തളരുവാനിടയായി. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ വളരെയധികം കഷ്ടപ്പെട്ടു, വിഷമിച്ചു. കാരണം അവർക്ക് ദൈവത്തെ അറിയത്തില്ല. അവർ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് ആ സമയം. പപ്പ എന്ന് പറഞ്ഞാൽ കത്തോലിക്കയാണെന്ന് പറഞ്ഞാലും കത്തോലിക്കയിലും വരത്തില്ല, വേറെ ഒരിടത്തും പോകത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു പിതാവാണ്. അപ്പം മാതാവിന് കത്തോലിക്ക എന്ന് പറഞ്ഞാലും മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അല്പമായിട്ട് ദൈവത്തെ അറിയാം, ദൈവത്തിലൊരു ചായ്വുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്നെ ചികിത്സിച്ച അതിലൊരു നേഴ്സ് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട അവരെ വിളിച്ച് പ്രാർത്ഥിക്ക്, കുഞ്ഞിന് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു. കാരണം അത് പറയാൻ കാരണം എൻ്റെ തലയണയുടെ അടിയിൽ ആരോ കൊടുത്ത ഒരു ഭസ്മത്തിൻ്റെ പൊടി ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുമായിരുന്നു. കാരണം അവർ പറഞ്ഞ് ഇത് കുഞ്ഞിൻ്റെ തലയിൽ നെറ്റിയിലും ശരീരത്തൊക്കെ ഇട്ട് കൊടുത്താൽ കുഞ്ഞിന് നടന്നുകൊള്ളുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അത് വിശ്വസിച്ചിട്ടാണ് ഇതിങ്ങനെ വെച്ചത്. അപ്പോൾ ഇത് ഈ ഇരിക്കുന്ന ആ നേഴ്സ് കണ്ടു. നേഴ്സ് അത് കണ്ടിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു മാർഗം പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പലരും പലത് പറഞ്ഞു. ചിലർ പറഞ്ഞു പൂജ ചെയ്താൽ മാറും, നേർച്ച കാഴ്ചകൾ കൊടുത്താലും മാറും, പിന്നെ പല നമ്മുടെ ഇപ്പോഴത്തെ വിശുദ്ധ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചാൽ കാണിക്കയിട്ടാലും മാറും, സുഖമാവും, ഓടി നടക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വിശ്വസിച്ചിട്ട് അമ്മ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം, പുണ്യ സ്ഥലങ്ങളെല്ലാം പോയി, അറ്റ്ലീസ്റ്റ് പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരെ പോയി. പക്ഷേ ഇതിലൊന്നിലും ദൈവം ഒരു സൗഖ്യം നൽകുവാൻ ദൈവം കനിഞ്ഞില്ല. കാരണം മാതാപിതാക്കൾ ദൈവത്തെ യഥാർത്ഥമായി സ്വീകരിക്കാൻ വേണ്ടി ദൈവം തന്നൊരു അസുഖമായിരുന്നു ഈ അസുഖം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ആ സ്ഥലങ്ങളിലൊന്നും പോയിട്ടും പ്രയോജനമില്ല. അപ്പോൾ ബന്ധുക്കളും സമൂഹവും ഒക്കെ പറഞ്ഞു തുടങ്ങി ഇതൊരു ശാപമാണ് എന്നെല്ലാം പറഞ്ഞ് മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുവാനും തരം താഴ്ത്തുവാനും ഒറ്റപ്പെടുത്തുവാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇത് മുഖാന്തരം മാതാവിനും പിതാവിനും ഒക്കെ ഭയങ്കര സങ്കടമായി. കാരണം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുവാൻ തുടങ്ങി, കുടുംബത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുവാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ തന്നെ ഇവർക്കെല്ലാം വിഷമം വരുവാനിടയായിത്തീർന്നു. അങ്ങനെ എന്തായാലും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവാണ് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. ഒരു 3 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 6 വയസ്സ് വരെ എല്ലാം എൻ്റെ മാതാവാണ് എനിക്ക് എല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള സാധാ സ്കൂളിൽ പോലും എന്നെ കൊണ്ടുപോയി പഠിപ്പിക്കുവാനോ ഒന്നിനും സാധിക്കാത്ത ഒരു തരത്തിലായിരുന്നു. എന്നാലും
ഒരു 5 വയസ്സായപ്പോൾ അടുത്തുള്ള നഴ്സറിയിൽ കൊണ്ടിരുത്തി. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം പോയി, പിന്നെ അതും മതിയാക്കി. ഇങ്ങനെ വീട്ടിലിരിക്കുമായിരുന്നു. അങ്ങനെ ഇത് കാരണം കാരണം എൻ്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനാണ്. പിതാവിന് ഒരു ദിവസം പോയില്ലെങ്കിൽ ഞങ്ങളുടെ വീട്, ഞങ്ങൾ 4 മക്കളായതുകൊണ്ട് 2 പേര് വിദ്യാഭ്യാസത്തിൽ ആയി. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ അവർ ട്രീറ്റ്മെൻറ്റ് നടത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. എല്ലാം കൊണ്ട് പിതാവ് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങളുടെ വീട് അന്ന് പട്ടിണിയായിരുന്നു. അതുകൊണ്ട് പിതാവിന് എൻ്റെ കൂടെ നിൽക്കുവാനോ മാതാവിൻ്റെ ഒപ്പം നിൽക്കുവാനോ ഒന്നിനും സാധിച്ചില്ല. എന്നാലും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മാതാവിൻ്റെ ഒപ്പം പിതാവിൻ്റെ അമ്മ, അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാം എൻ്റെ ഒപ്പം എല്ലായിടവും വരുമായിരുന്നു. കാരണം ഈ നേർച്ച കാഴ്ചകളെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്നെ എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മാറി 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 എടുത്താണ് എല്ലാ സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും തളർന്നു, എല്ലാവരും മടുത്തു. അങ്ങനെ ഒരു സമയം വന്നു. ആ സമയം പിന്നെ മാതാവ് മാത്രമേ ഉള്ളൂ എന്നെ ചികിത്സിക്കാനും കൊണ്ടുപോകാനും വരുവാനും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാനും എല്ലാം മാതാവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു 6 വയസ്സായപ്പോൾ ഒരു മാതാവിൻ്റെ ഒരു കൂട്ടുകാരി തന്നെ പറഞ്ഞു, ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഇതുപോലെ പോളിയോ ഉള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഹോസ്റ്റലുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അല്പം എളുപ്പമായിരിക്കും. പിന്നെ മാറി നിൽക്കുന്ന ആണ്. അപ്പം നിങ്ങൾക്ക് ആദ്യം ഇച്ചിരി വിഷമം വരും, എന്നാലും അതൊക്കെ സഹിച്ച് കഴിഞ്ഞാൽ ഈ മോളുടെ ഭാവി ധന്യമാകും എന്ന് പറഞ്ഞ് അവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് എന്നെ ഒരു 6 വയസ്സായപ്പോൾ ട്രിവാൻഡ്രത്തെ LMS കോമ്പൗണ്ടിലുള്ള പോളിയോ ഹോം എന്ന ആ സ്ഥാപനത്തിലേക്ക് അവിടെ ആക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ 6 വയസ്സ് മുതൽ ഏകദേശം ഒരു 18 വയസ്സ് വരെ അവിടെ നിന്ന് എൻ്റെ സാധാ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ അങ്ങനെ 6ാമത്തെ വയസ്സിൽ അവിടെ ആക്കിയപ്പോൾ മാതാവിനും പിതാവിനും അവിടുന്ന് വരുവാൻ മനസ്സില്ല. അവരവിടെ നിന്ന് കരയുമായിരുന്നു. അപ്പോൾ ആ കരച്ചിലായിട്ട് അവർ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇരുന്ന് കരയുകയാണെങ്കിൽ കുഞ്ഞ് നിങ്ങളെ ഓർത്ത് കരയും, നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടോ. കുഞ്ഞിൻ്റെ ഭാവിയാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കുഞ്ഞ് കാണാതെ വീട്ടിൽ പോയിക്കോ. അവൾക്കിവിടെ സുരക്ഷിതമായിട്ട് നിൽക്കാൻ സാധിക്കും. ഒന്നിനും കുറവില്ല. സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, നമ്മുടെ ഫിസിയോതെറാപ്പി ഉണ്ട്. എല്ലാം ഒത്തുചേർന്ന് അവളിവിടെ സന്തോഷമായിരിക്കും. വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവരോടൊപ്പം ഹാപ്പി ആയിരിക്കും. നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വാക്കിൽ എൻ്റെ മാതാപിതാക്കൾ ഭവനത്തിൽ തിരിച്ചു വരുവാനിടയായിത്തീർന്നു. ഭവനത്തിൽ വന്നെന്ന് പറഞ്ഞാലും അവർ വിഷമഘട്ടത്തിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാലും വർഷങ്ങൾ കടന്നു പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോളിയോ ഹോമിൽ പോകുന്നതിന് മുമ്പായി തന്നെ ഞങ്ങളുടെ ഗ്രാമം സന്ദർശിക്കുവാൻ നമ്മുടെ പെന്തക്കോസ്തിലെ പാസ്റ്റേഴ്സ് വരുമായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയിൽ 2-3 ദിവസം വരുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ വന്ന 2 പാസ്റ്റേഴ്സ് ഞങ്ങളുടെ ഭവനം സന്ദർശിക്കുവാൻ ഇടയായി തീർന്നു. അത് വെള്ളർഡയിലുള്ള പൊന്നയൻ എന്ന് പറഞ്ഞിട്ടൊരു പാസ്റ്ററായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കൂടെ സഹോദരങ്ങളൊക്കെ വന്ന് ആ ഗ്രാമം മൊത്തം വിസിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ വിസിറ്റ് ചെയ്ത കൂട്ടത്തിൽ ഞങ്ങളുടെ ഭവനത്തിലും വരുവാനിടയായി. അപ്പോൾ ഈ പാസ്റ്റർ എന്നെ കണ്ടപ്പോൾ ഒത്തിരി അങ്ങ് സങ്കടം വന്നു. അപ്പോൾ മാതാപിതാക്കളോട് യേശുവിനെക്കുറിച്ച് സാക്ഷിക്കുവാനിടയായി തീർന്ന് യേശുവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ ധൈര്യം കാണിച്ചു. ആരും അങ്ങനെ ഇന്ന് വരെ നമ്മുടെ ആ പഞ്ചായത്തിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ മാതാപിതാക്കളോട് പറഞ്ഞു, ഇത് എന്തായാലും ഇത് സുഖമാവാത്ത ഒരു അസുഖമല്ല, ദൈവം നിങ്ങൾക്ക് നന്മയ്ക്കായിട്ട് തന്നൊരു അസുഖമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ കരയണ്ട, കുഞ്ഞിനെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട. ദൈവം ഈ കുഞ്ഞിനെ സൗഖ്യമാക്കും. പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങൾ ആദ്യം ദൈവത്തെ തിരിച്ചറിയണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കാരണം അവർ പറഞ്ഞു, ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യാൻ, ഞങ്ങളുടെ കുഞ്ഞ് എഴുന്നേറ്റ് നടന്നാൽ മാത്രം മതി, അതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രത്യാശയും. അപ്പോൾ അതിനുവേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു ഭവനം അവർ ഒരു മുറി സഹായമായി കൊടുത്തു. അവിടെ ഞങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ വയ്യ, ഞാൻ തികച്ചും ബെഡിൽ കിടക്കുവാണ്.
അപ്പോൾ എൻ്റെ മാതാവ് എന്നെ എടുത്തുകൊണ്ടുപോയി അവിടെ കിടത്തും. 5-6 പേരൊക്കെ വന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ പാസ്റ്റർ എല്ലാ ഞായറാഴ്ചകളിലും വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് യേശുവിനെ കുറിച്ച് പറയുകയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്യും. എന്നാലും എൻ്റെ പിതാവ് ഏതെങ്കിലും ഒരു ഇരുട്ടുമുറിയിൽ ചെന്നിരിക്കും. ആൾക്കാരെ കാണുവാൻ മടിച്ചിട്ട് ഇരുട്ടുമുറിയിൽ ചെന്നിരുന്ന് ഇതെല്ലാം കേട്ട് എല്ലാവരും വരുന്നതിന് മുമ്പേ പോകും. എല്ലാവരും തിരിച്ചിറങ്ങുന്നതിന് മുമ്പേ എൻ്റെ പിതാവ് ആദ്യം ഇറങ്ങി അങ്ങ് വീട്ടിൽ പോകും. അങ്ങനെയായിരുന്നു എൻ്റെ പിതാവിൻ്റെ അവസ്ഥ. അമ്മയും സഹോദരങ്ങളും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പോവും വരും അങ്ങനെ. അപ്പോൾ ഇങ്ങനെ വന്ന് ആയിരുന്നാലും എൻ്റെ പിതാവിനെ അല്പമൊക്കെ ഇഷ്ടപ്പെട്ടു. മാതാവിനും എൻ്റെ സഹോദരങ്ങൾക്കും യേശുവിനെ കുറിച്ച് ഗ്രഹിക്കുവാനും യേശുവിൻ്റെ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കുവാനും അവർക്ക് സാധിച്ചു. അങ്ങനെ ഈ പാസ്റ്റ് ദിനംതോറും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അടുത്ത 6-ാമത്തെ വയസ്സിൽ പോളിയോ ഹോമിൽ പോകുവാനും അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തി ദൈവം എൻ്റെ ശരീരത്തിൽ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ബെഡ് പേഷ്യൻ്റ് പോലെ കിടക്കുക. അപ്പോൾ അങ്ങോട്ടിട്ടാൽ അങ്ങോട്ട്, ഇങ്ങോട്ടിട്ടാൽ ഇങ്ങോട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരണം എന്നുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ അവസ്ഥ ഏതായിരിക്കുമെന്ന്. അപ്പോൾ ആ അവസ്ഥയിൽ കിടക്കെ ഈ പാസ്റ്റ് വന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ശക്തി എന്നിൽ വെളിപ്പെട്ട് വന്നു. എനിക്ക് ചില വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. കൈകാലുകൾ അനക്കുവാൻ തുടങ്ങി. കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് തന്നാൽ ഞാൻ പിടിക്കുവാൻ തുടങ്ങി. അങ്ങനെ ചില അടയാളങ്ങൾ എന്നിലൂടെ കണ്ടപ്പോൾ അവർക്ക് ചെറിയൊരു രീതിയിൽ ഒരു വിശ്വാസം, യേശുവിലൊരു വിശ്വാസം വന്നു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ റെഗുലറായിട്ട് അവർ വരുവാനുള്ള മനസ്സ് കാണിച്ചു. എന്നാലും പിതാവിന് വലിയൊരു താല്പര്യം എന്ന് പറയുവാൻ ആയിട്ടില്ല. അങ്ങനെയാണ് 6-ാമത്തെ വയസ്സിൽ പോളിയോ ഹോമിൽ ആക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ അവിടെ മാതാപിതാക്കൾക്ക് എല്ലാ ദിവസവും വന്ന് കാണുന്നത് ഒരു അനുവദനീയമല്ല. മാസത്തിൽ 1 അല്ലെങ്കിൽ ആഴ്ചയിൽ 1 അങ്ങനെ വന്ന് കാണുവാനേ അനുവാദമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പപ്പ എന്നെ സന്ദർശിക്കുവാൻ ഇടയായിത്തീർന്നു. അന്ന് വരെയുള്ള വർഷങ്ങളിൽ എൻ്റെ പപ്പ കാണാൻ വരുമ്പോൾ ഞാൻ തറയിൽ കൂടെ മുട്ടിലിഴഞ്ഞാണ് ഞാൻ വന്ന് പപ്പയെ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ അന്ന് ഒരു പ്രത്യേക ദിവസം പപ്പ നോക്കിയപ്പോൾ ഞാൻ ചുവരിൽ പിടിച്ച് ചുവരിൻ്റെ സപ്പോർട്ടോടുകൂടെ നടന്നു വരുന്നതായിട്ട് പപ്പയ്ക്ക് കാണുവാനിടയായിത്തീർന്നു. പ്രിയ പിതാവ് അവിടെ ഇരുന്ന് കരയുവാനിടയായിത്തീർന്നു. എൻ്റെ കുഞ്ഞ് നടക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുവാനിടയായിത്തീർന്നു. ആ ഒരു ദൈവത്തിൻ്റെ ശക്തി കാരണം ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുചെന്ന. അപ്പോൾ ആ ഒരു ശക്തി കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ആ നിലയിലേക്ക് നയിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ തക്കതായിട്ടുള്ള ശക്തിയിൽ ദൈവം എന്നെ ശക്തമായി നടത്തുവാൻ ഇടയായിത്തീർന്നു. ഒരു വിടുതൽ ദൈവം തരുവാൻ ഇടയായിത്തീർന്നു. ആ ഒരു വിടുതൽ കണ്ടതിന് ശേഷം എൻ്റെ പിതാവിന് പിന്നെ ഈ യേശുവിനെ മാത്രം മതി എന്നുള്ളൊരു സ്ഥിതിയിലായി. അപ്പോൾ അതിനുശേഷം പിന്നെ ഭയങ്കര തീവ്രമായി യേശുവിനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങി. അനേകരോട് ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പിതാവ് ദൈവത്തിൻ്റെ മകനായി. എൻ്റെ പിതാവ്, മാതാവ്, മൂത്ത സിസ്റ്റർ, ഈ 3 പേരും ജലത്തിൽ സ്നാനം എടുക്കുവാൻ അവരൊരു മനസ്സ് കാണിച്ചു. അങ്ങനെ അവർ 3 പേരും ഒരുമിച്ച് ജലത്തിൽ സ്നാനം എടുക്കുവാൻ താല്പര്യം കാണിച്ചുകൊണ്ട് പാസ്റ്റർ അവർക്ക് സ്നാനം കൊടുക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ അതൊരു തുടക്കം ആയിരുന്നു ഞങ്ങളുടെ ഭവനത്തിൽ. ആ ഒരു തുടക്കം അവർ 3 പേരും തുടങ്ങി വെച്ചത് കാരണം ഞങ്ങൾക്ക് പിന്നെ ആ ഭവനത്തിൽ സന്തോഷം വരുവാൻ തുടങ്ങി. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പോളിയോ ഹോമിൽ താമസിച്ച് 10ാം ക്ലാസ് പഠനവും തുടർന്ന് ITC കോഴ്സും പൂർത്തീകരിച്ച ബീന തുടർന്ന് ബൈബിൾ കോളേജിൽ ചേർന്ന് ദൈവവചന പഠനവും പൂർത്തീകരിച്ചു. 2006 സഞ്ചാര സുവിശേഷകൻ ലേവിൻസണിനെ വിവാഹം കഴിച്ചു. ഇന്ന് മക്കളോടും ഭർത്താവിനോടുമൊപ്പം സുവിശേഷ വേലയിൽ
സജീവമാണ് ബീന ലെവിൻസൺ. ഇതിങ്ങനെ ബെന്തക്കോസിലേക്ക് ചായ്ഞ്ഞല്ലോ എന്നൊരു വാർത്ത എല്ലാവരും അപ്പോൾ കാരണം സ്നാനം എടുക്കുവാൻ മനസ്സ് കാണിച്ച ആ നിമിഷം തന്നെ ഇവർ രണ്ടുപേരും ആഭരണം എല്ലാം ഊരിമാറ്റി. ആരുടെയും നിർബന്ധമില്ലാതെ മാതാവും ചേച്ചിയും ആഭരണം എല്ലാം ഊരി മാറ്റിയിട്ടാണ് അവർ സ്നാനം എടുത്തത്. അപ്പോൾ ഞങ്ങളെ വിളിക്കുന്ന മാരേജ് ഫങ്ഷനിൽ മറ്റ് ചടങ്ങുകളിൽ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഈ ആഭരണം ഇല്ലാതെ പോകുമ്പോൾ ഞങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് ചെറിയൊരു എന്താ പറയാൻ ഞങ്ങളോടൊരു അവജ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ പെന്തക്കോസ് കൂട്ടായ്മയിൽ ചേർന്നു എന്ന്. അപ്പോൾ അന്നത്തെ കാലത്ത് പെന്തക്കോസിൽ ചേരുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് കുഴപ്പമില്ല, പക്ഷേ അന്ന് ചേരുക എന്ന് പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും അവർ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി നിന്ദകൾ എൻ്റെ മാതാവും എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ കാരണം. അപ്പം ഇത് കാരണം യേശുവിലേക്ക് ഞങ്ങൾ വന്നത് കാരണം ഒത്തിരി അവജ്ഞകളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ എല്ലാവർക്കും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവജ്ഞകളുടെയൊക്കെ ഇടയിലും നിന്ദയുടെ ഇടയിലും മാതാവിനെ യേശുവിനെ തള്ളി പറയുവാൻ മാതാവ് തുനിഞ്ഞില്ല. അപ്പോൾ യേശുവിൻ്റെ ആ സ്നേഹത്തെ രുചിച്ചറിഞ്ഞു. പപ്പയ്ക്ക് പിന്നെ എല്ലാ ദിവസവും പണി ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ പപ്പയ്ക്ക് ഒരു വിശ്വാസം വന്നിട്ട് പപ്പയും നല്ല രീതിയിൽ യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ സ്നാനം എല്ലാം കഴിഞ്ഞു. ഞാനും അവിടെ സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു. നല്ല കൂട്ടുകാരും അവിടുത്തെ ഫാക്കൽറ്റിയും എല്ലാം ഞങ്ങളെ ഒരു പോളിയോ ബാധിച്ച കുട്ടികൾ എന്നല്ല അവർ ഞങ്ങളെ കണക്കാക്കിയ ഒരു നോർമൽ കുട്ടികൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ അവർ കണക്കാക്കി ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം തന്നത്. അതിനകത്ത് തന്നെ വിദ്യാഭ്യാസമെല്ലാം ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അങ്ങനെ 1ാം ക്ലാസ് മുതൽ ഒരു 10ാം ക്ലാസ് വരെ എനിക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് 7 മണിക്ക് വൈകിട്ട് പ്രയറുണ്ട്. ഒരു ടൈം ടേബിൾ മോഡലാണ് ഞങ്ങളവിടെ ജീവിച്ചത്. കാരണം 6 മണിക്ക് എഴുന്നേൽക്കണം, അത് കഴിഞ്ഞിട്ട് ഓരോരോ സെക്ഷൻ ഇങ്ങനെ ഉണ്ട്. അപ്പം രാവിലെ 7 മണിക്ക് പ്രയർ, അതുപോലെ വൈകിട്ട് 7 മണിക്ക് പ്രയർ. അപ്പോൾ ആ 7 മണിക്ക് പ്രയർ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങൾക്ക് TV കാണുന്നൊരു വാർത്ത ഞങ്ങൾ കാണണം എന്നുള്ളൊരു ഒരു നിയമമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും വാർത്ത കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനാണ് സീരിയലിൻ്റെ സെക്ഷൻ. അപ്പോൾ അരമണിക്കൂർ സീരിയലുണ്ട്. അപ്പോൾ 7:30 തൊട്ട് 8 മണി വരെ സീരിയലിൻ്റെ സെക്ഷനാണ്. അപ്പോൾ 8 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് വരുന്നത്. അപ്പോൾ ഈ 7:30 എന്നുള്ള സമയം ഞങ്ങൾ നോക്കിയിരിക്കും. വാർത്ത കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്കൊരു ടീമുണ്ട്. അതിൽ ബെന്തക്കോസുകാരുണ്ട്, ഹൈന്ദവരുണ്ട്, മുസ്ലിം കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു ടീമായിട്ട് ചേർന്ന് ഞങ്ങൾ മുറിക്കകത്ത് പോയിരുന്ന് ദൈവത്തെ പാടുകയും ആരാധിക്കുകയും ഭയങ്കര ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കുന്ന തരത്തിൽ ഞങ്ങൾ പാട്ടുപാടി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ഞങ്ങൾ ആ ഒരു സെക്ഷൻ എടുക്കുമായിരുന്നു. അങ്ങനെ നല്ലൊരു അവിടെ നിന്ന് ആത്മീയ അന്തരീക്ഷമൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഏത് പ്രയർ വന്നാലും അവർ ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ ദൈവവുമായിട്ട് അവിടെ വരുന്ന ജാതി മതഭേദം എന്നില്ലാതെ ദൈവത്തെ യേശുവിനെ ആരാധിക്കാൻ ആണ് അവർ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അത് CSAയുടെ കീഴിലുള്ളൊരു ഹോമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് യേശുവിനെ വീണ്ടും അറിയുവാനും സാധിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വളരുവാനും സാധിച്ചു. അപ്പോൾ അങ്ങനെ ഡെയിലി ബൈബിൾ വായിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു മേഖലയിലോട് കഴിഞ്ഞ് പോകുന്നൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് വരെ നല്ല രീതിയിൽ അവിടെ നിന്ന് പഠിക്കുവാനും നല്ല മാർക്കോടുകൂടെ അവിടുന്ന് ജയിച്ച് അവിടുന്ന് പുറത്തിറങ്ങുവാനും സാധിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് ഈ നാട്ടിലായിരുന്നുവെങ്കിൽ, ഞാൻ വീട്ടിൽ നിന്നായിരുന്നെങ്കിൽ എനിക്ക് ഈ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തീകരിക്കുവാൻ കഴിയില്ലായിരുന്നു. തുടർന്നുള്ള സ്കൂളുകളിലെല്ലാം പോകുമ്പോഴും
ആരെങ്കിലും എന്നെ വഴക്ക് പറയുകയോ ബസ്സിൽ കയറി ഇറങ്ങി പോകാൻ പറ്റുകയോ അങ്ങനെയൊന്നും എനിക്ക് സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു നന്മയ്ക്ക് കാരണമായി തീർന്നുവെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആ വിദ്യാഭ്യാസ കാലഘട്ടം അവിടെ പൂർത്തീകരിക്കുവാൻ ഇടയായി തീർന്നു. അടുത്ത 2 വർഷം IT പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതും ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. അങ്ങനെ ഏകദേശം എൻ്റെ അറിവ് ആണെങ്കിൽ ഒരു 25 വയസ്സ് വരെ ഞാൻ വീട്ടിൽ നിന്ന് മാറിയാണ് ഓരോരോ വിദ്യാഭ്യാസങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് 94 ആയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്നു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 96 എനിക്ക് ജലത്തിൽ സ്നാനം എടുക്കുവാൻ ഇടയായിത്തീർന്നു. അത് കഴിഞ്ഞിട്ടാണ് 2 വർഷം 98 മുതൽ 2000 വരെ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവം അവസരം തന്നു. അത് BTH എന്ന് പറയുന്ന ഇംഗ്ലീഷ് സെക്ഷനിൽ പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അതും അവിടെ പഠിച്ചത് മുഖാന്തരവും ദൈവത്തെക്കുറിച്ച് കൂടുതലായി അറിയുവാനും ദൈവവുമായി നല്ലൊരു കണക്ഷൻ സ്ഥാപിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് സഹായിച്ചു. അതിൽ കൂടെ ഞാൻ വളരെ കുഞ്ഞുനാളിൽ തന്നെ ഈ സ്വപ്നങ്ങൾ കാണുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം സ്വപ്നമല്ല എന്നുള്ള തരത്തിൽ ഞാൻ അതിനെ ഒഴിവാക്കി വിടുമായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം അത് സാക്ഷാത്കരിക്കുന്നു എന്നുള്ളൊരു അനുഭവം എനിക്ക് തന്നെ ഉണ്ടായി. അപ്പോൾ അതിൽ കൂടെ ദൈവമാണ് എന്നോട് ഇടപെടുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ കൂടുതലായി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്നതിൻ്റെ അനുസരിച്ച് എന്നെ കൂടുതലായി സ്വപ്നങ്ങൾ ദൈവം എന്നെ കാണിക്കുകയും ദർശനങ്ങൾ കാണിക്കുകയും അങ്ങനെ ഒരു അവസ്ഥ ദൈവം എന്നിൽ പകർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ 2005 വരെയും എനിക്കിതുപോലെ ആ ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. 2005 ആയപ്പോൾ ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ 1 വർഷം ഭവനത്തിൽ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ആ 1 വർഷമാണ് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് എനിക്ക് ശരിക്കും ജീവിക്കുവാൻ സാധിച്ച. അതുവരെയും ഇടയ്ക്ക് അവധി ദിവസങ്ങൾ വന്നു പോവുക പതിവായിരുന്നു. അപ്പോൾ അങ്ങനെ 2006 ദൈവം എനിക്ക് ഒരു ജീവിത പങ്കാളിയെ തരുവാൻ ഇടയായി. 2006 സെപ്റ്റംബർ ആയപ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തൻ പ്രിയ പാസ്റ്റർ ലേവിൻസൺ വന്ന് ഒരാൾ വഴി വിവാഹം ആലോചിക്കുകയും ദൈവം അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുവാണ്ട് ഒരവസരം ഒരുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ എല്ലാവരും നിർബന്ധിച്ചു, നിങ്ങളൊന്ന് ചികിത്സയ്ക്കൊക്കെ പോകൂ, ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് ആവശ്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നിർബന്ധിക്കുവാനിടയായി. എന്നാലും എനിക്ക് പൊതുവേ ഈ മെഡിക്കൽ ഫീൽഡ് വലിയ താല്പര്യമില്ല. മരുന്ന് കഴിക്കുന്നതോ ഡോക്ടറെ കാണുന്നതോ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം മടിച്ചെങ്കിലും ഞങ്ങൾ ഒരാഴ്ച കഷ്ടിച്ച് ഇവരുടെ ഒരു നിർബന്ധം സഹിക്കാൻ വയ്യാതായിട്ട് ഞങ്ങൾ ഒരാഴ്ച ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറിൻ്റെ ഓരോ നിർദ്ദേശം തന്നപ്പോൾ തന്നെ ഞങ്ങൾ മടുത്തു. അങ്ങനെ അതവിടെ വെച്ച് മതിയാക്കിയിട്ട് ഞങ്ങൾ കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ പൈതന്നെ ഞങ്ങൾക്ക് ദാനമായി നൽകി. 2006 ഒക്ടോബർ ആയപ്പോൾ മൂത്ത പൈതന്നെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന്. പേര് ബെന്നി എന്നാണ്. ആ മോനിപ്പോൾ +2 പഠിക്കുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള കുഞ്ഞ്, ഒരു കുഴപ്പവുമില്ല. കുഞ്ഞ് ജീവനോടെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് എന്നെ ഒരു ഭയമായി. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, കുഞ്ഞിന് ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പവും വരരുത്, ദൈവം എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ തരണം, നോർമൽ ഡെലിവറി തന്നെ തരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും കുടുംബമായിട്ടും പിന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 2009 ഒക്ടോബർ ആയപ്പോൾ പ്രിയ പൈതന്നെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. ആരോഗ്യമുള്ള കുഞ്ഞ്. ഞാൻ പോലും അറിഞ്ഞില്ല, ദൈവം എനിക്ക് നല്ലൊരു നോർമൽ ഡെലിവറി ദൈവം ചെയ്തു തന്നു. അതിൽ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആ മോൻ ആരോഗ്യത്തോടെ വളരുവാനിടയായിത്തീർന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ വേലയുമായിട്ട്
ബന്ധപ്പെട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. തിരുവല്ലയുടെ പ്രദേശത്ത്, അഞ്ചൻ്റെ പ്രദേശത്ത്, പന്തളത്തിൻ്റെ പ്രദേശത്ത്, അങ്ങനെ പലയിടങ്ങളിലായിട്ട് കുടുംബമായി പോകുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. അവിടെ എല്ലാം ദൈവത്തെ സാക്ഷിക്കുവാനും ദൈവത്തിനു വേണ്ടി ജീവിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് ദൈവം കൃപ ചെയ്തു. അതിനെല്ലാം ദൈവത്തെ നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു മോള് വേണം. അങ്ങനെ മോൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അടുത്തതായിട്ട് ഞങ്ങൾക്കൊരു മോളെ തന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരായിട്ട് ഇപ്പോൾ സന്തോഷത്തോടെ താമസിക്കുന്നു. ഈ സമയത്ത് മാതാവ് ഞങ്ങളോടൊപ്പമുണ്ട്, പിതാവ് ഞങ്ങളോടൊപ്പമില്ല. 6 വർഷമാകുന്നു പിതാവ് ഞങ്ങളെ വിട്ട് വേർപെട്ട് പോയിട്ട്. പക്ഷെ പിതാവിനും ഈ നല്ല ദൈവത്തെ അറിഞ്ഞ് പിതാവിനെ പണ്ടത്തെക്കാളും വീര്യത്തോടെ, ഞങ്ങൾ ഇച്ചിരി ലേറ്റായാലും പിതാവാണ് ആദ്യം റെഡിയാകുന്നത് ചർച്ചയിൽ പോകാനായിട്ട്. ആ ഒരു തരത്തിലേക്ക് ദൈവം പിതാവിനെ ആക്കിയെടുക്കുവാൻ എല്ലാം ദൈവത്തിന് സാധിച്ചു. അപ്പോൾ ഇപ്പോൾ കുടുംബമായിട്ട് ഞങ്ങൾ 4 പേരും ദൈവിക പ്രവൃത്തിയിലായിരിക്കുന്നു, ദൈവിക മിഷൻ ഫീൽഡിലായിരിക്കുന്നു. ഞങ്ങളുടെ 4 സഹോദരങ്ങളെയും കുടുംബങ്ങളെയും എല്ലാം ഓർത്ത് ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സാക്ഷ്യം ഞാൻ ഘോരമാമി മരുഭൂയാത്രയിൽ താങ്ങായിൻ തണലായി. ഘോരമാമി മരുഭൂയാത്രയിൽ താങ്ങായിൻ തണലായി. പോളിയോ ബാധിതയായതിനു ശേഷം കർത്താവിൽ നിന്നും ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തിലൂടെ കർത്താവിൻ്റെ സാക്ഷിയായി മാറി സുവിശേഷത്തിൻ്റെ വയലുകളിൽ വേല ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര, ചെങ്കൽ, വട്ടവിള ബെത്സൈദ വീട്ടിൽ ബീന ലേവിൻസണിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.